കൂട്ടുകാർക്കെല്ലാം കാതികയുടെ മറ്റൊരു കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ 2 ഭിക്ഷ തേടുന്ന ആൾക്കാരെ കുറിച്ചാണ്. ഒരു പ്രായമായ ആളും ഒരു ചെറുപ്പക്കാരനും. കഥയുടെ പേര് ദൈവം തരുന്നു, ദൈവം തരുന്നു. എന്താണ് ഈ കഥ എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് എന്നും ഈ 2 പേർക്കും എന്നും ഭിക്ഷ കൊടുക്കുമായിരുന്നു. രാവിലെ ഈ പ്രായമായ ആളും ചെറുപ്പക്കാരനും രാജാവിനെ നിന്ന് ഭിക്ഷ മേടിക്കുമായിരുന്നു. ഭിക്ഷ മേടിച്ച ശേഷം പ്രായമായ ആൾ പറയും, ദൈവം തരുന്നു, ദൈവം തരുന്നു. ചെറുപ്പക്കാരന് ഭിക്ഷ കിട്ടുമ്പോൾ ചെറുപ്പക്കാരൻ പറയും, രാജാവ് തരുന്നു, രാജാവ് തരുന്നു. ഇത് പതിവ് പോലെ എന്നും തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന് തോന്നി, ഞാനാണ് എന്നും രാവിലെ ഇവർക്ക് ഭക്ഷണവും എല്ലാം കൊടുക്കുന്നത്. എന്നിട്ടും ഈ പ്രായമായ ആള് എന്തുകൊണ്ടാണ് ദൈവം തരുന്നു, ദൈവം തരുന്നു എന്ന് പറയുന്നത്? രാജാവ് തരുന്നു എന്നല്ലേ പറയേണ്ടത്? എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്? അയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും രാജാവ് തരുന്നു, രാജാവ് തരുന്നു എന്ന് പറയിപ്പിക്കണം. അതിനായിട്ട് രാജാവ് ഒരു സൂത്രമൊപ്പിച്ചു. ഒരു ദിവസം ഭിക്ഷ കൊടുത്ത ശേഷം രാജാവ് അവർ 2 പേരോടും പതിവ് വഴി പോകണ്ട, വേറൊരു വഴി പോകാനായി പറഞ്ഞു. ആദ്യം ആ ചെറുപ്പക്കാരനോട് പോകാൻ പറഞ്ഞു. കുറച്ചു കഴിയുമ്പോൾ അതിന്റെ പുറകെ പ്രായമയാളും പോകാൻ പറഞ്ഞു. ആദ്യം ആ ചെറുപ്പക്കാരൻ ആ വഴി നടന്നു തുടങ്ങി. നല്ല വിശാലമായ വഴി, നല്ല ഭംഗിയുള്ള വഴിയായിരുന്നു. അയാൾ ആലോചിച്ചു, എന്തിനാണ് രാജാവ് എന്നോട് ഈ വഴി പോകാൻ പറഞ്ഞത്? ചിലപ്പോൾ ഈ വഴിയുടെ ഭംഗി കണ്ട് ആസ്വദിക്കാനായിരിക്കും. എത്ര വൃത്തിയുള്ള വഴിയാണ്, നേരെയുള്ള വഴി. കണ്ണടച്ച് നടന്നാൽ പോലും എങ്ങും ഇടിക്കില്ല. അയാൾ കണ്ണടച്ച് ആ വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. ആ വഴിയിൽ രാജാവ് ഒരു കുടം നിറയെ സ്വർണം വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിരുന്നത് ആ ചെറുപ്പക്കാരന് കിട്ടാൻ വേണ്ടിയായിരുന്നു. ആ ചെറുപ്പക്കാരൻ കണ്ണടച്ച് നടക്കുന്നതുകൊണ്ട് അത് കണ്ടില്ല. പുറകെ നമ്മുടെ വയസ്സായ ആൾ വന്നു. അയാൾ ആ സ്വർണം കണ്ടു. ആ കുടം സ്വർണം എടുത്തുകൊണ്ടും പോയി. അടുത്ത ദിവസം ഭിക്ഷ തേടാൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, ഇന്നലെ നിങ്ങൾ പുതിയ വഴിയിൽ പോയപ്പോൾ എന്ത് സംഭവിച്ചു? എന്തെങ്കിലും കിട്ടിയോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല മഹാരാജൻ. നല്ല വഴിയായിരുന്നു, അത് ആസ്വദിച്ച് ഞാൻ നടന്നു. പ്രായമായ ആൾ പറഞ്ഞു, എനിക്ക് ഒരു കുടം സ്വർണം കിട്ടി. ദൈവം തരുന്നു, ദൈവം തരുന്നു. അത് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. എന്തുകൊണ്ടാണ് മറ്റേയാള് കണ്ണടച്ച് നടന്നതെന്ന് രാജാവിന് പിന്നെയും മനസ്സിലായില്ല. രാജാവ് അടുത്ത സൂത്രം ഒപ്പിച്ചു. രാജാവ് അന്നത്തെ ഭിക്ഷ കൊടുത്ത ശേഷം പ്രായമയാളോട് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ചെറുപ്പക്കാരനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. രാജാവിന്റെ കയ്യിൽ ഒരു വലിയ തണ്ണിമത്തനുണ്ടായിരുന്നു. രാജാവ് ആ തണ്ണിമത്തനകത്ത് നിറയെ സ്വർണ്ണ നാണയം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ആ തണ്ണിമത്തൻ ചെറുപ്പക്കാരന് കൊടുത്തു. പക്ഷെ സ്വർണ്ണ നാണയം അകത്തുണ്ട് എന്ന് അയാൾ പറഞ്ഞില്ല. ആ തണ്ണിമത്തൻ ആ ചെറുപ്പക്കാരന് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് നിനക്ക് മാത്രമായി ഞാനൊരു തണ്ണിമത്തൻ തരാം. ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ അത് മേടിച്ചു. തണ്ണിമത്തൻ പിടിച്ചുകൊണ്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നല്ല വലുതല്ലേ തണ്ണിമത്തൻ? കൂട്ടുകാർ കണ്ടിട്ടില്ലേ? പച്ച നിറത്തിൽ നല്ല വലിയൊരു സാധനമാണ് തണ്ണിമത്തൻ. ആ തണ്ണിമത്തൻ പിടിച്ചുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ വിചാരിച്ചു അവിടുത്തെ ഒരു കടയിൽ കൊടുക്കാമെന്ന്. ആ ചെറുപ്പക്കാരൻ ചന്തയുടെ അടുത്തെത്തിയപ്പോൾ അടുത്തുള്ള കടയിൽ ആ തണ്ണിമത്തൻ കൊടുത്തു. എന്നിട്ട് കുറച്ച് പൈസയും മേടിച്ചു. പിറ്റേ ദിവസം പതിവ് പോലെ രാവിലെ ചെറുപ്പക്കാരനും പ്രായമയാളും രാജാവിനടുത്ത് എത്തി. രാജാവ് അന്ന് ഭിക്ഷ കൊടുത്തു. പ്രായമയാൾ പതിവ് പോലെ തന്നെ പറഞ്ഞു, ദൈവം തരുന്നു, ദൈവം തരുന്നു. ചെറുപ്പക്കാരൻ പറഞ്ഞു, രാജാവ് തരുന്നു, രാജാവ് തരുന്നു. ഭിക്ഷ കൊടുത്ത ശേഷം രാജാവ് ചോദിച്ചു, ഇന്നലെ എന്ത് സംഭവിച്ചു? ചെറുപ്പക്കാരൻ പറഞ്ഞു, രാജാവ് തന്ന തണ്ണിമത്തൻ ഞാൻ കടയിൽ കൊടുത്ത്
കുറച്ച് പൈസ ഉണ്ടാക്കി. ഇന്നലെ എനിക്ക് കുറേ അധികം പൈസ കൂടുതൽ കിട്ടി. രാജാവ് പ്രായമായവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തത്? ഇന്നലെ ഞാൻ പോയപ്പോൾ എനിക്ക് വളരെ ദാഹമായിരുന്നു. ഞാൻ കടയിൽ നിന്ന് ഒരു തണ്ണിമത്തൻ മേടിച്ചു. വീട്ടിൽ ചെന്ന് ആ തണ്ണിമത്തൻ തുറന്നു നോക്കിയപ്പോൾ അത് നിറയെ സ്വർണ്ണ നാണയങ്ങൾ. എനിക്കും ഇന്നലെ നല്ല ദിവസമായിരുന്നു മഹാരാജൻ. ഇഷ്ടം പോലെ സ്വർണ്ണ നാണയം എനിക്ക് കിട്ടി. ദൈവം തരുന്നു, ദൈവം തരുന്നു. ഇതെല്ലാം കേട്ട് രാജാവിന് ദേഷ്യം വന്നു. പക്ഷെ ഒന്നും പറയാനും കഴിഞ്ഞില്ല. കൂട്ടുകാർക്ക് ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കഥ എത്രയും പെട്ടെന്ന് കാതികയ്ക്ക് അയച്ചു തരിക. മറ്റു കൂട്ടുകാരും നിങ്ങളുടെ കഥകൾ കേൾക്കട്ടെ. ഇപ്പോൾ കാതികയിൽ കഥകൾ മാത്രമല്ലല്ലോ, കടുങ്കഥകളോ കവിതകളോ താരാട്ടുപാട്ടുകളോ എന്തു വേണമെങ്കിലും അയക്കാം. മറ്റൊരു കഥയുമായി കാതിക മറ്റൊരു ദിവസം. നന്ദി, നമസ്കാരം.